ഹായ്, നമുക്കിന്ന് തലശ്ശേരി സ്റ്റൈൽ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ആദ്യം നമുക്ക് തലശ്ശേരി ബിരിയാണി മസാല തയ്യാറാക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് 4 ഗ്രാമ്പു, 4 ഏലയ്ക്ക, അരമുറി ജാതിക്ക, 2 ജാതിപത്രി, 2 ചെറിയ കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ സാജീരകം, പിന്നെ 5 തക്കോലം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചു വയ്ക്കുക. ഇപ്പോൾ ബിരിയാണി മസാല ഇതുപോലെ പൊടിച്ചെടുക്കണമെന്നൊന്നുമില്ല, കടയിൽ വാങ്ങാൻ കിട്ടും, അത് വാങ്ങിയാലും മതി. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ബിരിയാണി മസാല, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ചേർക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് കട്ടായി പോയി. ഇനി ഇതൊരു 30 മിനിറ്റ് മസാലയൊക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 30 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് വറുത്തെടുക്കുക. അധികം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മീഡിയം തീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഒരു സൈഡ് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. താഴ്ഭാഗം ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാ ചെമ്മീനും വറുത്തെടുക്കുക. എണ്ണ ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മസാലകൾ തയ്യാറാക്കി എടുക്കണം. അതിന് മുന്നേ നമുക്ക് അരി കുതിരാൻ വേണ്ടിയിട്ട് ഇടാം. തലശ്ശേരി ബിരിയാണിക്ക് ജീരകശാല അരി തന്നെ വേണം. അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 15 മിനിറ്റ് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളകും എടുത്തു. ഈ പച്ചമുളക് നല്ല എരിവാണ്. നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിന് എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പച്ചമുളക് കൂടുതൽ എടുക്കുക. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. എൻ്റെ മിക്സിയിൽ വെള്ളം കൂടുതലുണ്ടെങ്കിലേ അരഞ്ഞ് കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ വെള്ളം കൂടുതൽ ചേർത്ത് അരച്ചെടുക്കുകയാണ്. ഇനി ചെമ്മീൻ വറുത്ത പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാൻ അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി, അത് കുഴപ്പമില്ല. വെള്ളം വറ്റിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഇപ്പോൾ വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് 3 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നല്ല ബ്രൗൺ നിറമായിട്ട് വഴറ്റിയെടുക്കണം. സവാള ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തലശ്ശേരി ചെമ്മീൻ ബിരിയാണിക്ക് തക്കാളി വേണം ചേർക്കാൻ, നമ്മൾ തൈര് ചേർക്കാറില്ല. തക്കാളി വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ചു വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. 1/2 ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ നോക്കാം, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ 8 കുരുമുളക്, 4 കറുകയില, 1 തക്കോലം, 4 ഏലയ്ക്ക, 2 ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരിക്കുന്ന അരി കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കുക. ചെറു തീയിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ നെയ്യൊക്കെ ഈ അരിയിൽ നന്നായിട്ട് പിടിച്ചു വരും. 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് നാരങ്ങ നീര് കൂടി ചേർക്കണം. ആ ഭാഗം എൻ്റെ നിന്ന് കട്ടായി പോയി, അപ്പോൾ അരമുറി നാരങ്ങ നീര് ചേർക്കുക. ഇനി അടച്ചു വെച്ച് മീഡിയം തീയിൽ വെള്ളം വറ്റുന്ന വരെ വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അരി ഏകദേശം 80% വെന്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ദമ്മ് വയ്ക്കുമ്പോൾ വെന്ത് കിട്ടും. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചൂടാക്കി എടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രയും അണ്ടിപ്പരിപ്പ് തന്നെ എടുക്കണമെന്നില്ല, ഉള്ളതനുസരിച്ചിട്ട് എടുക്കുക.
അണ്ടിപ്പരിപ്പ് നിറം മാറി വരുമ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഉണക്കമുന്തിരി ചേർത്തിട്ട് വറുത്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു സവാള നല്ല നേർമയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാളയിൽ കുറച്ച് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേഗം തന്നെ ബ്രൗൺ നിറമായി കിട്ടും. ഉള്ളി വറുത്തത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് അടിയിൽ ഒരു നല്ല കട്ടിയുള്ള പാൻ വയ്ക്കാം. ഞാനിവിടെ ദോശക്കല്ലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ചോറിട്ട് കൊടുക്കാം. ചെമ്മീൻ മസാല ചേർത്ത് കൊടുക്കാം. വീണ്ടും ചോറിട്ട് കൊടുക്കാം. പുതിനയിലെ മല്ലിയിലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഉള്ളി വറുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ചെമ്മീൻ മസാല ചേർത്ത് കൊടുക്കാം. മുകളിൽ ചോറിട്ട് കൊടുക്കുക. ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പും ഉള്ളി വറുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാലിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഉള്ളി വറുത്തതും മാറ്റി വയ്ക്കുക. അത് നമുക്ക് വിളമ്പാൻ നേരത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 25 മിനിറ്റോളം ദം ചെയ്തെടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്ത ഉള്ളിയും വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തലശ്ശേരി ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല മണവും രുചിയുള്ള ബിരിയാണിയാണിത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.